പ്രിയപ്പെട്ടവരെ നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു അനുഭവം ഞാനൊന്ന് പറയട്ടെ. ഫേസ്ബുക്കിൽ മാത്രം കണ്ടിട്ട് ഫേസ്ബുക്കിലൂടെ ഒന്നോ രണ്ടോ പ്രാവശ്യം ചാറ്റ് ചെയ്തൊരു പയ്യൻ, എൻ്റെ കണക്കിന് അവൻ പയ്യനാണ്. അപ്പോൾ അവനെന്തോ ബിസിനസ് ചെയ്യുന്നതാണ്. കുറച്ച് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന ലാസ്റ്റിലത്തെ ചാറ്റ് ഇതാണ്: നിങ്ങൾ മേക്കപ്പൊക്കെ ചെയ്ത് ഫോട്ടോ ഇട്ടാൽ എങ്ങനെയാണ് ഗ്ലാമർ ആവാതിരിക്കുക. ഇതായിരുന്നു ആ ഒരു ലാസ്റ്റ് ചാറ്റ്. പിന്നെ ഞാനെന്തായാലും മേക്കപ്പൊന്നും ഇടാറില്ല, അതിരിക്കട്ടെ. ഇവനെ ഒരു ദിവസം എങ്ങനെയോ നമ്പർ തപ്പിപ്പിടിച്ചിട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് എൻ്റെ ബിസിനസ്സിൽ കുറച്ച് പൈസ ഇടണം, അതുകൊണ്ട് അത്യാവശ്യമായിട്ട് എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്, നിങ്ങളെന്തായാലും ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല, കാരണം ഞാൻ പൈസ വായ്പ കൊടുത്തിട്ട് പിന്നെ കള്ളനാവുകയും അതേപോലെ തന്നെ ചോദിച്ചതുകൊണ്ട് ഭയങ്കര ദേഷ്യവും പിണക്കവും ഒക്കെ ആയ ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായാലും എനിക്ക് കൊടുക്കാൻ ധൈര്യമില്ല. അപ്പോൾ വിളിച്ച സമയത്തും പൈസ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയില്ല, നീ ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വേറെ എങ്ങനെയെങ്കിലും നീ അഡ്ജസ്റ്റ് ചെയ്തോ, എനിക്ക് പിന്നെ തരാനിപ്പം പൈസയില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ഇവനെ ഞാൻ നേരിട്ടിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. ഫേസ്ബുക്കിൽ ഒന്നോ രണ്ടോ ചാറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എന്തായാലും കണ്ണൂരുകാരനാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറുപ്പക്കാരനല്ലേ, ഓക്കെ. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയില്ല, ഞാൻ അന്നേ പറഞ്ഞതല്ലേ പൈസയില്ല, പിന്നെ എൻ്റെ കയ്യിൽ ആകെ കിടക്കുന്നൊരു വെഡ്ഡിങ് റിങ്ങാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഞാൻ അതിന് ചോദിക്കില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങളെ ആ റിങ് തന്നാൽ ഞാൻ ഒരു 10 ദിവസം കൊണ്ട് ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ടും അവൻ വിടുന്നില്ല. അത്രയും പ്രശ്നമായതുകൊണ്ട് അല്ലേ നിങ്ങളോട് ചോദിക്കാൻ ഞാൻ നിൽക്കില്ല, നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടൊരു വ്യക്തിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ശരി, എന്നാൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്നില്ല, എൻ്റെ കയ്യിലില്ല, ഞാൻ ഇട്ട് നടക്കാറുമില്ല, എനിക്ക് അങ്ങനെയുള്ള ആഡംബരങ്ങളോടൊന്നും താല്പര്യമേ ഇല്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ വീട്ടിലത് ഷെൽഫിൽ വെക്കുന്നില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിനെക്കൊണ്ടൊരു ഉപകാരമാകുമെങ്കിൽ 10 ദിവസമല്ലേ കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തു. ആദ്യമായിട്ട് കാണുന്നതോ അങ്ങനെയാണ്. വാങ്ങിയിട്ട് ആളങ്ങ് പോയി. 10 ദിവസം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞ്, 6 മാസം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ച്, അപ്പോൾ പറഞ്ഞ് ഭയങ്കര ടൈറ്റാണ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്ത് 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ എനിക്ക് ഇവൻ്റെ സ്ഥാപനം എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലക്ഷ്യം, സ്ഥാപനത്തിൻ്റെ പേരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ സ്ഥലത്തേക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ പോയിട്ട് എന്നെ കണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു ലേഡീസ് സ്റ്റാഫുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ചേട്ടൻ ഇവിടെ ഇല്ല, പുറത്ത് പോയിരിക്കുകയാണ്, എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയാനൊന്നുമില്ല, ജസ്റ്റ് ഇന്നയാൾ വന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി, അവരെ മുന്നിൽ നാണം കെടുത്തേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നു. പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കാറേയില്ല. അങ്ങനെ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു കേട്ടോ. 2 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ഈ സാധനം കിട്ടിയില്ല, വിളിച്ചാൽ ഫോൺ എടുക്കാറുമില്ല. പിന്നെ ഇവനെ തിരക്കി പോയൊന്നുമില്ല. അതിനുശേഷം ഞാൻ എൻ്റെ കുറേ മെസ്സേജൊക്കെ ഞാൻ ഇട്ടു, അതിനൊന്നും റിപ്ലൈ ഇല്ല. പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്, പോലീസിലാണ്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയുള്ളത് 10 ദിവസത്തേക്ക് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് ഇതുവരെ ഒരു തിരിച്ച് തരുമോ, ഒരു അഡ്രസ്സും ഇല്ല. അങ്ങനെ ഞാൻ അവന് നമ്പർ കൊടുത്തു. അവൻ്റെ നമ്പറിൽ അവൻ വിളിച്ചു. അവൻ എന്നിട്ട് സംസാരിച്ചു. അവൻ കുറച്ച് ഇതായിട്ട് സംസാരിച്ചു. ബുദ്ധിമുട്ടാണ്, പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ, അല്ലെ ഈ സാധനം തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കോള് വരുന്നു, നിങ്ങളെവിടെയാണ് ഉള്ളത്. ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിലുണ്ട്, അപ്പോൾ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വന്നു. അവൻ എൻ്റെ അടുത്ത് ഞാനുള്ള സ്ഥലത്തേക്ക് വന്നു. എന്നിട്ട് എനിക്ക് ഈ സാധനം തന്നു. അവനങ്ങോട്ട് പോയി. ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ മനസ്സ് മുഷിഞ്ഞത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. കാരണം എനിക്കൊരു സ്വസ്ഥത ഉണ്ടായിട്ടില്ല കുറേ കാലം കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സ് മുഷിഞ്ഞല്ല, പക്ഷേ ഇവൻ ഫോൺ എടുക്കുന്നില്ല, ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സ് വല്ലാത്ത അസ്വസ്ഥമായി. അതുപോലെ വീട്ടിലൊന്നും ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല, അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല, പറയുന്നുമില്ല. വീഡിയോയിലൂടെ ചിലപ്പോൾ അറിയുന്നേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ വെക്കുന്നൊരു സാധനം മറ്റൊരാൾക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അതുപോലെ ക്യാഷ് കൊടുത്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടായി. അപ്പോൾ ഇനി ആരെങ്കിലും വായ്പയ്ക്ക് ചോദിച്ചിട്ട്, ഒരുപാട് ആൾക്കാർ ഫേസ്ബുക്കിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഇനി ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എൻ്റെ അടുത്ത് അത്രയും പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിനി ഒരു പൈസയായിട്ട് ഹെൽപ്പ് ചെയ്യും. ശരീരം കൊണ്ട് ഹെൽപ്പ് വേണോ, മനസ്സ് കൊണ്ട് വേണോ, ഞാൻ റെഡിയാണ്.